വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കലോത്സവം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായ പരിപാടികളോടുകൂടി ഒരു ഉത്സവമായി നമ്മൾ കൊണ്ടാടുകയാണ്. ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട വിഭാഗം ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാർ. അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് നഗരസഭ അവരുടെ കൂടെ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്തിൻ്റെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള നഗരസഭയാണ് ഭിന്നശേഷിക്കാർക്കായി. അതിൽ സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ക്യാമ്പ് എന്ന് പറയുന്നത്, സഹവാസ ക്യാമ്പ്. അതിന് തുടക്കം കുറിച്ച നഗരസഭയാണ് പെരിന്തൽമണ്ണ. അതിനുശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി അവർക്ക് നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൻ്റെ വെച്ചിട്ടുള്ള പരിപാടികൾ, സ്കൂളിൻ്റെ നല്ല അന്തരീക്ഷം, സ്കൂളിൽ പഠനത്തിനും അതിനോടൊപ്പം ജോലി ചെയ്യുന്നതിനും ജോലി ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല ബഡ്സ് സ്കൂൾ നമുക്കുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ മറ്റാളുകൾക്ക് ജോലി ചെയ്യാനും അവർക്ക് താമസിക്കാനുമുള്ള നല്ല സാന്ത്വന കേന്ദ്രം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ എല്ലാ ആക്ടിവിറ്റികളും വളരെ വിപുലമായിട്ട് നമ്മൾ നടത്താറുള്ളത്. വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, കൗൺസിലർമാരായ സീനത്ത്, സക്കീന സെയ്ദ്, സാറ സലീം, കെ സുബ്രഹ്മണ്യൻ, സാന്ത്വനം കോർഡിനേറ്റർ കിഴിശ്ശേരി സലീം, ബഡ്സ് സ്കൂൾ ടീച്ചർ മിത എൻ ജോസ്, CDS ചെയർപേഴ്സൺ വിജയ VK എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാതല ഭിന്നശേഷി മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച ഹാജിദ് അഹമ്മദ്, മുഹമ്മദ് റാഷിദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നെത്തിയ 50-ലധികം ഭിന്നശേഷിക്കാരുടെ മികച്ച പ്രകടനങ്ങൾക്ക് കലോത്സവം സാക്ഷ്യം വഹിച്ചു. തുടർന്ന് സ്നേഹോപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.